ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും പാവാടയൊക്കെ എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ളൊരു വീഡിയോസൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ടൊരു വീഡിയോ ഇട്ടതാണ്. ഒരു 1.5 to 2.5 വയസ്സുള്ള ബേബിക്ക് നമുക്ക് സ്കേർട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എത്രത്തോളമാണ് സ്കേർട്ടിന് ലെങ്ത്ത് വേണ്ടത്, അത് നമ്മൾ ആ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ കട്ട് ചെയ്യുക. ഇത് ലെങ്ത്ത് 15 ഇഞ്ച്. പിന്നെ വിട്ട് വരുന്നത് നമ്മൾ അരവണ്ണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ അരവണ്ണം ഫ്രില്ലിടണോ അതിനനുസരിച്ച് നമ്മൾ വിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് അതിൻ്റെ ലൈനിങ് ആണ്. അത് ഞാൻ വിട്ടിൻ്റെ പറഞ്ഞു തരാം. ഇപ്പോൾ ബേബിക്ക് വരുന്നത് 16.5 നമ്മൾ അരവണ്ണം വരുന്നതെങ്കിൽ 18.5 എടുക്കുക. 18.5 എടുക്കണം. മൊത്തം ഫ്രില്ല് തയ്ച്ചെടുക്കേണ്ടത് 18.5 വേണം. അത്രയും നീളത്തിൽ നമ്മൾ ഫ്രില്ല് തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന തുണി അറിയാമല്ലോ, അപ്പോൾ ഡബിൾ എടുക്കേണ്ടി വരും. ആ ഒരു കണക്കിൽ നമ്മൾ ചെയ്തെടുക്കുക. ഇത് അതിൻ്റെ ലൈനിങ് ആണ്. ഇപ്പോൾ 1/2 ഇഞ്ച്. ഇപ്പോൾ 18.5 ഞാൻ പറഞ്ഞല്ലോ, 18.5 വിട്ട് വരുന്നതെങ്കിൽ നമ്മളൊരു 40 അത്രയെങ്കിലും വിട്ടിൽ തുണി എടുക്കുക. ഇതുപോലെ നമ്മൾ ഫ്രില്ല് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പിൻ ചെയ്തെടുക്കാം. ഓക്കെ, പിൻ ചെയ്തതിന് ശേഷം ഒന്ന് തേച്ചിട്ടൊക്കെ എടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. എത്രത്തോളം വീതിയിൽ ഫ്രില്ല് വേണം അതിനനുസരിച്ച് വീതിയും കൂട്ടണം. ഇതുപോലെ ഞാനൊരു ഏകദേശ കണക്ക് വെച്ചിട്ടാണ് ഇത് ഫ്രില്ല് ചെയ്തെടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഞാനതൊന്ന് തേച്ചെടുത്തു കേട്ടോ. ഒന്ന് നേരെ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട്, ഒരു പെർഫെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ തേച്ചു. അതിന് ശേഷം ഒരു 3 ഇഞ്ച് വീതിയിൽ നമ്മൾ വിട്ടറിയാമല്ലോ, വിട്ട് 18.5, അതിനാലും ഒരു 19 അത്ര ഒരു എക്സ്ട്രാ നമ്മൾ ഇടണം കേട്ടോ, നീളം എടുക്കേണ്ടത്. ഇത് നമ്മൾ ഒരു സൈഡ് അടിച്ചെടുക്കുക. അതിന് ശേഷം അത് നമ്മൾ അടിച്ചു മറിക്കും മുമ്പ് ഈ ഒരു വശത്ത് നമ്മൾ ഇതുപോലെ മടക്കി, ഇത് രണ്ടാക്കി മടക്കി ഒരു കോർണറിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഒരു കോർണറിലേക്ക് എത്തുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ച് പോകരുത്. അതേപോലെ അപ്പുറത്തെ സൈഡും നമ്മൾ അടിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താണ് കേട്ടോ. ഈ ഒരറ്റത്തേക്ക് അങ്ങനെ എടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഇഞ്ച് വീതിയുള്ള തുണി നമ്മുടെ ബെൽറ്റിന് വേണ്ടിയിട്ടാണ്. എത്രത്തോളം വീതി വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുഞ്ഞു കുട്ടിക്ക് ആയതുകൊണ്ട് വലിയ വീതിയൊന്നും എടുത്തിട്ടില്ല. ഇതുപോലെ നമ്മളിതാ ഒരു അരിക് അടിച്ചതിന് ശേഷം മൊത്തം അടിച്ചെടുക്കുക. അതിന് ശേഷം ഈ തുമ്പ്, ഇതാണ് ഞാൻ എക്സ്ട്രാ ഉള്ള തുമ്പെന്ന് പറഞ്ഞത്, അത് ഉള്ളിലേക്ക് വെച്ച് ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കിയതിന് ശേഷം അവിടെ കൂടി നേരെ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ അരവണ്ണം, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ 10 ഇഞ്ചാണ് അരവണ്ണം വേണമെങ്കിൽ 2 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കുക. മനസ്സിലായോ? അത് ഏതൊരാൾക്കും ഏത് അളവിലുള്ള ആൾക്കാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഫ്രില്ലിൻ്റെ വീതിയൊക്കെ അനുസരിച്ചാണ് വിട്ട് നമ്മൾ എത്രത്തോളം വേണമെന്ന് ഇടേണ്ടത്. ഇതുപോലെ ഇത് നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിന് ശേഷം ഈ താഴെ ഭാഗത്ത് ജോയിൻറ്റ് ചെയ്യേണ്ട ഭാഗം ഉണ്ടല്ലോ, അതങ്ങ് കൂട്ടി ജോയിൻറ്റ് ചെയ്യുക. ഇതും കൂടി ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പാവാട കംപ്ലീറ്റ്. ഇതിപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പാവാട കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് വളരെ നമ്മളൊന്ന് ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ ഒത്തിരി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.